നമസ്കാരം, ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് തുലാക്കൂറിലെ ചോതി നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ വിഷുഫലമാണ്. വായുദേവൻ ദേവതയായും രാഹു അധിപനായും വരുന്ന ചോതി നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമം വലിയ മാറ്റങ്ങളുടെയും ഉയർച്ചയുടെയും കാലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കാറ്റുപോലെ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചോതി നക്ഷത്രത്തിന്റെ അടയാളം പുൽക്കൊടിയാണ്. കാറ്റിലുലയുമെങ്കിലും ഒടിയാത്ത പുൽക്കുടിയെപ്പോലെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കഴിവ് ചോദിക്കാർക്കുണ്ട്. വായുദേവന്റെ അനുഗ്രഹമുള്ളതിനാൽ സഞ്ചാരപ്രിയരും സ്വതന്ത്രമായി ചിന്തിക്കുന്നവരുമാണ് നിങ്ങൾ. ഈ വർഷം രാഹുവിന്റെയും വായുദേവന്റെയും സ്വാധീനം നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും പ്രശസ്തിയും നൽകും. തൊഴിൽ രംഗത്ത് ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം വഴിത്തിരിവാകും. വിദേശത്ത് ജോലിക്കോ ഉപരിപഠനത്തിനോ ശ്രമിക്കുന്നവർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ്. അപ്രതീക്ഷിതമായി വിസ നടപടികൾ പൂർത്തിയാകും. ബിസിനസ്, ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ്, ട്രാവൽ, ഏജൻസി എന്നീ മേഖലകളിലുള്ളവർക്ക് വലിയ ലാഭമുണ്ടാകും. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട ശമ്പളത്തോടു കൂടിയ പുതിയ ജോലി ലഭിക്കും. മാധ്യമരംഗത്തും കലാരംഗത്തുമുള്ളവർക്ക് പ്രശസ്തി വർദ്ധിക്കും. സാമ്പത്തികമായി നോക്കുമ്പോൾ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ തുറന്നുവരും. എങ്കിലും ഊഹക്കച്ചവടങ്ങളിൽ പണം മുടക്കുമ്പോൾ ജാഗ്രത വേണം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് വിവാഹ കാര്യത്തിൽ അനുകൂല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി ചേർന്ന് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ വായു സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം രാഹുവിന്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്വാധീനം മൂലമുണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ നീക്കി ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ട പ്രത്യേക പരിഹാരങ്ങൾ താഴെ വിശദമായി നൽകുന്നു. ചോതി നക്ഷത്രാധിപൻ രാഹു ആയതിനാൽ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനമാണ്. മാസത്തിലൊരിക്കൽ നക്ഷത്ര ദിവസം ചോതി നക്ഷത്രം വരുന്ന ദിവസം സർപ്പക്കാവിലോ നാഗരാജ ക്ഷേത്രത്തിലോ 100 പാലും സമർപ്പിക്കുക. ഇത് അപ്രതീക്ഷിത തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. വിദേശയാത്രയ്ക്കോ കരിയറിലോ വലിയ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സർപ്പബലി വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. ഹനുമാൻ ഭജനം മാനസിക ധൈര്യത്തിന്. ചോതിയുടെ ദേവത വായു ഭഗവാനായതുകൊണ്ട് വായുപുത്രനായ ഹനുമാനെ ഭജിക്കുന്നത് പ്രത്യേക ഫലം നൽകും. എല്ലാ ശനിയാഴ്ചകളിലും സന്ധ്യയ്ക്ക് ഹനുമാൻ ചാലിസ ജപിക്കുക. ഇത് രാഹുവിന്റെയും ശനിയുടെയും ദോഷഫലങ്ങൾ കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. കാര്യതടസ്സങ്ങൾ മാറാൻ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയോ വെണ്ണയോ വഴിപാടായി സമർപ്പിക്കുക. ഭദ്രകാളി ഭജനം സംരക്ഷണത്തിന്. രാഹുവിന്റെ തീക്ഷ്ണത കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ വഴി ദേവി ഭജനമാണ്. രാഹുകാല വിളക്ക്. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ രാഹുകാല സമയത്ത് ദേവിക്ക് നെയ്വിളക്ക് തെളിയിക്കുന്നത് ശത്രുദോഷം മാറാനും അപകടങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. വായുദേവന്റെ സ്വാധീനമുള്ളതിനാൽ പക്ഷികൾക്ക് ധാന്യങ്ങളോ വെള്ളമോ നൽകുന്നത് ചോതി നക്ഷത്രക്കാർക്ക് വലിയ പുണ്യം നൽകും. ശനിയാഴ്ചകളിൽ കറുത്ത ഉഴുന്ന് ദാനം ചെയ്യുന്നത് രാഹുദോഷം ശമിക്കാൻ സഹായിക്കും. ഓം വായുപുത്രായ നമഃ. ഈ മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സഹായിക്കും. അപ്പോൾ ചോതി നക്ഷത്രക്കാർക്ക് 2026 എന്നത് മാറ്റങ്ങളുടെയും വലിയ സ്വപ്നങ്ങൾ സഫലമാകുന്നതിന്റെയും വർഷമാണ്. അപ്രതീക്ഷിതമായി വരുന്ന അവസരങ്ങളെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഈ വർഷം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ചേർന്നു നിൽക്കുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. വിദേശയാത്രയ്ക്കും കരിയർ മാറ്റത്തിനുമായി കാത്തിരിക്കുന്ന നിങ്ങളുടെ ചോതി നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾക്കുമായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് തുലാം വൃശ്ചിക രാശികളിലായി വരുന്ന വിശാഖം നക്ഷത്രത്തിന്റെ 2026 വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി.